എന്റെ കുടുംബത്തിൽ ആരും കറുത്തതായിട്ട് ജനിച്ചിട്ടില്ല. ഈ പറയുന്ന ഇദ്ദേഹം തന്നെ ഇപ്പോൾ ഇവിടെ വന്ന് ഇന്റർവ്യൂവിന് ഇരിക്കുന്നു. ഇയാളുടെ മുഖത്ത് കാണുമ്പോൾ അറിയാം കുട്ടി അടിച്ചിട്ടാണ് ഇരിക്കുന്നതെന്ന്. മനസ്സിലായില്ലേ? എപ്പോഴും വെളുത്ത ആളുകൾ തന്നെയാണ് കേമന്മാർ. എവിടെയും ഏത് മേഖലയിലും, പ്രത്യേകിച്ച് മോഹിനിയാട്ട കലയിൽ. മോഹിനിയാട്ടമാണ്, അല്ലാതെ അതൊരു മോഹനൻ ആട്ടമല്ല. മോഹിനികൾക്ക് വേണ്ടിയുള്ള ആട്ടമാണത്. പക്ഷെ മോഹിനിയാട്ടത്തിൽ എപ്പോഴും വെളുത്ത ആളുകൾ തന്നെയാണ് കളിക്കേണ്ടത്. ഇത്രയും കറുത്ത ഈ മനുഷ്യന്റെ കൂടെ ഇന്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അനുയോജ്യമായാണ് തോന്നിയത്. അക്ഷകുമാർ, താങ്കൾ ഇത് എന്തായി പറഞ്ഞുകൊണ്ട് വരുന്നത്? എനിക്ക് വട്ടാണെന്നാണോ താങ്കൾ ഈ പറയുന്നത്? എനിക്കിനി പ്രോഗ്രാം ചെയ്യാൻ വയ്യ. ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. എന്നെ ഇവിടെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ് ഈ അക്ഷകുമാറും ഈ VMTV ന്യൂസും ചെയ്തിരിക്കുന്നത്. നമസ്കാരം. VMTV ന്യൂസിന്റെ ഒരു സ്പെഷ്യൽ ഇന്റർവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ നിറഞ്ഞ് അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഒരു താരത്തിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. മാഡത്തിന്റെ പേര്? സത്യഭാമ. ആ പേര് തന്നെ ഒരു സത്യം ഉണ്ടല്ലോ. സത്യമുള്ളവളാണ് ഞാൻ എപ്പോഴും. പിന്നെ സോഷ്യൽ മീഡിയയിൽ പ്രമുഖമായിട്ട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുമ്പോൾ കറുപ്പിനെ മാഡത്തിന് ഇഷ്ടമല്ലേ? എന്താണ് അതിന്റെ സംഭവം? എന്താണ് അതിന്റെ? കറുപ്പിനെ എനിക്ക് പൊതുവെ ഇഷ്ടമല്ല. ഞാൻ വെളുത്താണ് ഇരിക്കുന്നത്, അതുകൊണ്ട് കറുപ്പ് എനിക്ക് അത്ര ഇഷ്ടമല്ല. എപ്പോഴും ഞാൻ അങ്ങനെ കറുപ്പിനെ ഇഷ്ടമല്ലാകാൻ കാരണം മോഹിനിയാട്ടത്തിൽ എപ്പോഴും വെളുത്ത ആൾക്കാർ വേണം മത്സരിക്കാനുള്ളത്. മോഹിനിയാട്ടം പഠിക്കുന്നതും വെളുത്ത കുട്ടികളാകണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അത്രയും ഞാൻ പറഞ്ഞു. അപ്പൊ കറുത്ത മക്കളെ വളർത്തുന്ന മാതാപിതാക്കൾ എന്ത് കേട്ടോ? കൊച്ചിലെ കൊന്നുകളേട്ടോ? എന്താണ് അതിന്റെ ആ ഒരു രീതി മാഡം പറയുന്നത്? ഞാൻ ഒരിക്കലും ഒരു കറുത്ത കുഞ്ഞിനെ ജനിച്ചുടനെ കൊല്ലണം എന്നുള്ള അഭിപ്രായമൊന്നും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടില്ല. മോഹിനിയാട്ടം അത് കളിക്കുമ്പോൾ വെളുത്ത കുട്ടികൾ മാത്രം വേണം നമ്മുടെ മത്സര വേദിയിൽ എത്താനുള്ളത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആരാണ് ഇങ്ങനെയുള്ള അനാവശ്യ കാര്യങ്ങളൊക്കെ താങ്കളോട് ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയെന്ന് മാഡം പറയുന്നതെന്ന് പറയുമ്പോൾ കറുത്ത ആൾക്കാരെ മാഡത്തിനെ കണ്ടുകൂടാ എന്നുള്ള രീതിയാണ് പറയുന്നത്. അതെങ്ങനെ ശരിയായി വരും? നമ്മളെ ഈ ഇന്ത്യക്കകത്ത് വർണ്ണവിവേചനം എന്നുള്ളൊരു കാര്യമേ ഇല്ല. കാരണം വെളുത്തവരുണ്ട്, കറുത്തവരുണ്ട്, മാങ്ങറം എന്നുള്ളൊരു ഇതുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉള്ളതാണ്. അപ്പൊ ഈ മോഹിനിയാട്ടം എന്തുകൊണ്ട് ആമ്പിള്ളേർ കളിച്ചാൽ അല്ലെങ്കിൽ ഒരു കറുത്ത ആള് കളിച്ചാൽ എന്താണ് കുഴപ്പം? അവര് കാല് കവച്ചു വെച്ച് നടന്നാൽ ഒരേപോലെ അല്ലേ? അതെന്താണ് അതിന്റെ കുഴപ്പം? എന്താണ് അതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്? മോഹിനിയാട്ടം എന്ന് പറയുന്നത് മോഹിനികളുടെ ആട്ടമാണ്. അത് മോഹനൻ ആട്ടം അല്ല മിസ്റ്റർ. അത് ആദ്യം താങ്കൾ മനസ്സിലാക്കണം. പിന്നെ ഈ മോഹിനിയാട്ടം കളിക്കുന്നവർ എന്ന് വെച്ചാൽ ഒരു ഉദാഹരണം ഞാൻ പറയാം താങ്കളോട്. അങ്ങ് ചാലക്കുടിയിലുള്ള ഒരുത്തനാണ്. തനിക്കറിയില്ല എങ്കിലും കണ്ടു നിൽക്കുന്നവർക്ക് മനസ്സിലാവും. അയാള് നമ്മുടെ മത്സരിക്കാൻ കുട്ടികളെയൊക്കെ കൊണ്ടുവരാറുണ്ട്, ഞാനും കാണാറുണ്ട്. അയാളെന്ന് വെച്ചാൽ അത്ര കറുത്ത കാക്കയുടെ നിറം പോലത്തെ ഒരു മനുഷ്യനാണ്. ആളുടെ പേര് ഞാൻ ഇവിടെ വ്യക്തമാക്കുന്നില്ല. അയാളെ കണ്ടാൽ തന്നെ അറപ്പ് തോന്നും. ആ രീതിക്ക് സത്യമനെ ജനിപ്പിച്ചതയോ ഈ പെറ്റ തള്ള പോലും സഹിക്കത്തില്ല. ആ രീതിക്കാണ് അയാളുടെ നിറം എന്ന് പറയുന്നത്. പിന്നെ ഈ ആൺകുട്ടികൾ പൊതുവെ നമ്മുടെ ഈ മോഹിനിയാട്ടം എന്ന് പറയുന്നത് കാലകത്തി വെച്ച് കളിക്കുന്ന ഒരു കലാരൂപമാണ്. ഇത് ഈ പുരുഷന്മാർ ഈ മോഹിനിയാട്ടം കാല് കവച്ച് വെച്ച് കളിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു അരോചകമായ ഒരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? കറുപ്പിന് ഏഴഴകെന്നാണ് പഴയ ആൾക്കാർ പറയുന്നത്. ഏഴഴകെന്നുള്ളതാണ്. അപ്പൊ കറുപ്പിലുള്ള തന്നെ പലരും, ഉദാഹരണം നിങ്ങൾ ചാലക്കുടിയിൽ ഒരു ചെറിയ കാര്യം പറഞ്ഞു. അത് കലാവമ്മണി. എന്തെല്ലാം ആർട്ടിസ്റ്റ് തന്റെ കലാജീവിതത്തിൽ മികവാർന്ന ഒരാളായിരുന്നു കലാവമ്മണി. അപ്പൊ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം നമ്മൾ കറുത്ത വർഗ്ഗക്കാർ മോശമായതുകൊണ്ടാണോ അങ്ങനെ മാഡം പറയാൻ? നമ്മൾ ഇപ്പോൾ ഏതൊരു കാര്യം പറഞ്ഞാലും നമ്മൾ 100% പറയുന്നത്. അപ്പോൾ 7% കറുപ്പിനാണെങ്കിൽ ബാക്കി 93% എന്നെ പോലെ വെളുത്ത ആൾക്കാർക്കുള്ളതാണ് എന്നാണ് ഞാൻ അവകാശപ്പെടുന്നത്. മോഹിനിയാട്ടം കളിക്കുന്നത് വെളുപ്പുള്ള ആള് മാത്രം കളിക്കാൻ പറ്റൂ എന്ന് നമ്മൾ പണ്ട് എന്തെങ്കിലും നമ്മൾ നിഘണ്ടുവിൽ വല്ലതും എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. മോഹിനിയാട്ടം കളിക്കാൻ നിഘണ്ടുവിലൊന്നും എഴുതി വെച്ചിട്ടില്ല, അത് ഞാൻ ഉറപ്പു തരാം. പക്ഷേ മോഹിനിയാട്ടത്തിൽ
നമ്മൾ കലാമണ്ഡപത്തിൽ കളിക്കുന്ന നേരത്ത് ഒരു കോളം സൗന്ദര്യം എന്ന് പറഞ്ഞ ഒരു കോളം ഇട്ടിട്ടുണ്ട്. അതിന് ഒരു പോയിന്റ് ഉണ്ട്. ഒരു കുട്ടി ഡാൻസ് കളിക്കുന്ന ഒരു കുട്ടിക്ക്, നൃത്തം ചെയ്യുന്ന ഒരു കുട്ടിക്ക് അത് പൊതുവെ ഉള്ളതാണ്. ആ ഒരു കോളം തനിക്ക് ഒഴിവാക്കാൻ പറ്റുമോ? സൗന്ദര്യത്തിന് എപ്പോഴും, പ്രത്യേകിച്ച് മോഹിനിയാട്ടം എന്ന കലയ്ക്ക് സൗന്ദര്യത്തിന് നല്ല പ്രാധാന്യമുണ്ട്. ആ ഒരു കോളം തനിക്ക് ഒഴിവാക്കാൻ പറ്റുമോ? കലാജീവിതത്തിൽ കറുപ്പിനോ വെളുപ്പിനോ പ്രത്യേക സ്ഥാനമില്ല. കാരണം വെളുത്തയാള് മോഹിനിയാട്ടം കളിച്ചാലും കറുത്തയാള് കളിച്ചാലും കാല് കവച്ച് ചെയ്യുന്ന രീതി രണ്ടും ഒരേപോലെയാണ്. അപ്പൊ പിന്നെ കറുപ്പിനെ നിങ്ങൾ ആക്ഷേപിച്ച് പറഞ്ഞത് വളരെ മോശമായി പോയി. അതേപോലെ തന്നെ നിങ്ങളെ മരുമകളെ നിങ്ങൾ വീട്ടിൽ നിന്ന് അടിച്ച് കളഞ്ഞു എന്നുള്ളൊരു കേസ് നിങ്ങൾക്കെതിരെ നിലനിൽക്കില്ലേ? ഹലോ മിസ്റ്റർ, താങ്കളുടെ പേരെന്താണ്? എന്റെ പേര് ഹർഷകുമാർ. ഹർഷകുമാർ, ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഈ മോഹിനിയാട്ടം എന്ന കലയെ കുറിച്ചുള്ള എന്നെ പറ്റി ഈ ആളുകൾ പറഞ്ഞു നടക്കുന്ന കാര്യങ്ങൾ, ഞാൻ പറയാതെ പറഞ്ഞു എന്ന് പറയുന്ന ഈ കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യാനാണ്, അല്ലാതെ കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യാനല്ല. സമൂഹത്തിൽ, അതായത് മാധ്യമങ്ങളിൽ വന്നൊരു കാര്യം ഞാൻ മേഡത്തിനോട് ചോദിച്ചു എന്നേ ഉള്ളൂ. എങ്കിലും എന്നെ ഇവിടെ പിടിച്ചുകൊണ്ട് നിർത്തി ഞാൻ ഈ മനുഷ്യനുമായിട്ട്, ഒന്നാമത് ഈ മനുഷ്യൻ കറുത്തിട്ടാണ് ഇരിക്കുന്നത്, ഈ മനുഷ്യനുമായിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നെ ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ ഇങ്ങനെ വന്ന് ഇത്ര താല്പര്യത്തോടെ ഇരിക്കണം, എന്നെ കുടുംബകാര്യം പറഞ്ഞ് ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് ഇയാൾ. തനിക്ക് ഇതിന് ആരാ ധൈര്യം തന്നത്? അപ്പൊ നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും കാറ്റഗറി എടുത്താലും വെളുത്ത ആൾക്കാരാണോ? എന്റെ കുടുംബത്തിൽ ആരും കറുത്തതായിട്ട് ജനിച്ചിട്ടില്ല. എല്ലാരും വെളുത്ത്, എന്നെ പോലെ സുന്ദരിമാരായ കുട്ടികളുമാണ് എന്റെ ലൈഫിലുള്ള. എന്റെ അമ്മയും അച്ഛനും വെളുത്തിട്ടാണ്, എനിക്ക് എന്റെ ഭർത്താവും വെളുത്തിട്ടാണ്, എന്റെ 2 മക്കളും വെളുത്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണോ നിങ്ങൾക്ക് കറുപ്പിനെ കണ്ടുകൂടാ എന്നുള്ളൊരു ഇത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലും മറ്റും പറഞ്ഞു? അതുപോലെ സോഷ്യൽ മീഡിയയിൽ വാരിയിട്ട് അലക്കുന്നതെന്ന് പറഞ്ഞാൽ താടക എന്നാണ് നിങ്ങൾ വിശേഷിപ്പിക്കുന്നത്. തനിക്ക് എങ്ങനെ ധൈര്യം വന്നല്ലോ എന്നെ താടക എന്ന് വിളിക്കാൻ? താടക എന്നാണ്, ഞാനല്ല. നമ്മളിപ്പോ ഇന്റർവ്യൂ ഞാൻ മേഡത്തിനെ വിളിച്ചു, ഞാൻ പറഞ്ഞതല്ല. പല സോഷ്യൽ മീഡിയകളിലും പറഞ്ഞേക്കുന്ന കാര്യം താടക എന്ന് തീർത്ത് പറയുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാലും മേഡം ഇപ്പൊ നമ്മളെ സമൂഹത്തിൽ കറുത്ത ആളുണ്ട്, വെളുത്ത ആളുണ്ട്. ഇപ്പൊ നമ്മൾ മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, നമ്മൾ ചികിത്സയ്ക്ക് അവിടെ പോകുമ്പോഴത്തേക്ക് അവിടെ ഒരിക്കലും കറുപ്പാണോ വെളുപ്പമെന്ന് നോക്കുന്നുണ്ടോ? ബ്ലഡിന് ഏതാ കളറ്? അപ്പൊ എന്താ മേഡം അങ്ങനെ സംസാരിക്കാൻ കാരണം എന്താണ്? ബാക്കിയുള്ള ജനങ്ങളോടുള്ള ഒരു കാഴ്ചപ്പാട്, അതായത് നിങ്ങൾക്ക് മറ്റുള്ളവരോടുള്ള ഒരു കാഴ്ചപ്പാടിന്റെ വ്യതിയാനമല്ലേ അങ്ങനെ പറയാൻ കാരണം? ഞാൻ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് വെളുപ്പ് നിറമുള്ള ആൾക്കാർക്കും വെളുത്ത നിറത്തിനും തന്നെയാണ്. എങ്കിൽ പിന്നെ നമ്മൾ ഈ കറുത്ത ആളുകളായിട്ടുള്ള കുറെ പേരുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ഇദ്ദേഹം തന്നെ ഇപ്പോൾ ഇവിടെ വന്ന് ഇന്റർവ്യൂവിന് ഇരിക്കുന്നു. ഇയാളുടെ മുഖത്ത് കാണുമ്പോൾ അറിയാം കുട്ടി അടിച്ചിട്ടാണ് ഇരിക്കുന്നതെന്ന്, മനസ്സിലായില്ലേ? അപ്പോൾ എന്തിനാണ് ഇയാൾ ഈ കുട്ടി അടിച്ച് ഈ നിറം വെളുപ്പിക്കാൻ നോക്കേണ്ട ആവശ്യം? അപ്പൊ എപ്പോഴും കറുത്ത ആൾക്കാർക്കും വെളുപ്പ് തന്നെയാണ് പ്രാധാന്യം. അല്ലെങ്കിൽ ഇപ്പോൾ ഇവരൊക്കെ കുട്ടി അടിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല, ഉള്ള സൗന്ദര്യത്തിൽ ഇരുന്നാൽ പോരെ? അതൊക്കെ വേണം നമ്മൾ ആദ്യം ആലോചിക്കാനുള്ളത്. പക്ഷെ പറയുന്ന ഡയലോഗ് കേട്ടാൽ തോന്നി ഇവർക്ക് എന്തോ വലിയ സംഭവമാണെന്ന്. എപ്പോഴും എല്ലാവരും വെളുത്ത നിറത്തിന് തന്നെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ മോഹിനിയാട്ടത്തിന് വെളുത്ത നിറമുള്ള കുട്ടികൾ മാത്രമേ പഠിക്കാൻ ഇറങ്ങാവൂ, അല്ലെങ്കിൽ ആ രക്ഷകർത്താക്കൾ ആ കുട്ടികളെ ആ നൃത്തം പഠിപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇത്രയും വർഷം നിങ്ങൾ പഠിപ്പിച്ച കുട്ടികളെല്ലാം വെളുത്തവർ മാത്രമായിരുന്നു? ഞാൻ കറുത്ത കുട്ടികളെയും വെളുത്ത കുട്ടികളെയും പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ വെളുത്ത കുട്ടികളെ മാത്രമേ ഞാൻ മത്സരത്തിന് ഇറക്കാറുള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ള രക്ഷകർത്താക്കളുടെ അടുത്തും. കറുത്ത കുട്ടികളെ എന്തിനു ചുമ്മാ മത്സരത്തിന് ഇറക്കി തോൽപ്പിക്കാനായിട്ട് വിടുന്നത്? അവർ മേക്കപ്പ് ചെയ്താലും വെളുത്ത കുട്ടികളുടെ അത്ര സൗന്ദര്യവും വരത്തില്ല. ഇപ്പൊ തന്നെ നിങ്ങൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഞാൻ കറുത്ത ആളാണ്, മേക്കപ്പ് ചെയ്ത് വെളുക്കാൻ ശ്രമിച്ചു. ഈ മേക്കപ്പ് കറുത്ത ഒരാള് മേക്കപ്പ് ചെയ്താൽ വെളുക്കുമല്ലോ, അപ്പൊ പിന്നെ അവിടെ ഒരു വേർതിരിവിന്റെ ആവശ്യമുണ്ടോ ഇല്ലയോ? വെളുത്ത കുട്ടികൾ മേക്കപ്പ് ചെയ്ത് വെളുത്ത് വരുന്ന ആ ഒരു സ്ട്രക്ചർ ഒരിക്കലും കറുത്ത കുട്ടികൾ മേക്കപ്പ് ചെയ്താൽ കിട്ടത്തില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇതൊന്നും സമ്മതിച്ചു തരുന്നില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. എന്നാലും വർണ്ണവിവേചനം കാണിക്കുന്ന നിങ്ങൾ നമ്മൾ കേരള ഒരിക്കലും അംഗീകരിക്കത്തില്ല. അംഗീകരിക്കണം എന്നുള്ളൊരു തോന്നൽ അംഗീകരിക്കണം എന്ന് എനിക്കുമില്ല. എന്നെ ആരും അംഗീകരിക്കേണ്ട, എന്നെ ആരും ഇഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷെ എന്റെ അഭിപ്രായം, എന്റെ നിലപാടിൽ തന്നെ ഞാൻ എപ്പോഴും ഉറച്ചു നിൽക്കും. എപ്പോഴും വെളുത്ത കുട്ടികൾക്ക് തന്നെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഒരു വ്യൂസിനെ കൂടാൻ വേണ്ടി ഇങ്ങനെ വന്ന് എന്റെ വായിലിരിക്കുന്നത് കേൾക്കാൻ വേണ്ടി സമൂഹത്തിൽ, അതായത് നീതിക്കും നന്മയ്ക്കും, എന്ത് കാര്യത്തിനും നീതിക്കും നന്മയ്ക്കും മറ്റു കാര്യങ്ങൾക്ക് ഏത് ധർമ്മവിവേചനം ഇല്ലാതെ സംസാരിക്കുന്നതാണ് നമ്മുടെ ചാനലുകൾ. അപ്പൊ അതില് ഇതേ കാറ്റഗറിയിൽ ഞാൻ വെളുത്ത ആളായത് കൊണ്ട്
കറുത്ത വർഗത്തിന് എന്തും പറയാം, അല്ലെങ്കിൽ താഴ്ന്ന ഒരു ജാതി അല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തിന് എന്തും പറയാമെന്നൊരു തോന്നൽ മേഡത്തിന് നല്ലതല്ല. ഞാൻ ആരെയും ഒന്നും പറഞ്ഞിട്ടില്ല. സത്യത്തിൽ മോഹിനിയാട്ടത്തിന് പ്രത്യേകിച്ച് എല്ലാ കലകളെക്കാളും കൂടുതൽ മോഹിനിയാട്ടത്തിന് വെളുത്ത കുട്ടികൾ തന്നെയാണ് നല്ലത്, പഠിക്കാനും കലാമണ്ഡലത്തിൽ പോയി മത്സരിക്കാനും എന്നൊരു അഭിപ്രായം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഒരു ജാതിയെയോ ഒരു മതത്തെയോ ഒരു വ്യക്തിയെയോ ആരെയും ഞാൻ ഈ ഒരു കാര്യം വഴി ആക്ഷേപിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ഞാനല്ല, സമൂഹ മാധ്യമങ്ങളിൽ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് മേഡം ഒരു താടകയാണ് എന്നതാണ് ഞാൻ ചോദിക്കുന്നത്. അവരെന്തും പറഞ്ഞോട്ടെ, ആരെന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല, എനിക്കൊന്നും സംഭവിക്കാനില്ല. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പോയി കേസ് കൊടുക്കുകയും എന്ത് ചെയ്താലും ഞാനും ആ വഴിക്ക് തന്നെ പോകും. എനിക്ക് ആരെയും വഹിക്കേണ്ട ആവശ്യമില്ല. ഇത് എന്തെങ്കിലും ഒരു കരിയോയിൽ മുഖത്ത് വീണ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആസിഡ് വീണ് കഴിഞ്ഞാലോ തീരാവുന്നതേ ഉള്ളൂ സൗന്ദര്യം എന്ന് പറയുന്നത്. അതെന്ത് മനസ്സിലാക്കത്ത്? അത് എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. അതൊക്കെ വീണ നശിക്കും, അത്ര തന്നെ. എങ്കിലും ഉള്ള സൗന്ദര്യം നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ലല്ലോ. അത് കീപ്പ് ചെയ്തുകൊണ്ട് പോവുക. സൗന്ദര്യം ഉള്ളവര് എന്ന് സൗന്ദര്യവതികൾ തന്നെയാണ്. എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് കൂടുതലൊന്നും സംസാരിക്കാനില്ല. നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു, ഞാൻ വന്നു. അപ്പോൾ എന്നെ ആക്ഷേപിക്കാനാണോ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്? എന്നാലും ഈ പറഞ്ഞ കാര്യത്തിന് ഒരിക്കലും മേഡത്തിന് മാറ്റി പറയാൻ താല്പര്യമില്ലെന്നാണോ മേഡം പറയുന്നത്? ഞാൻ ഒരിക്കലും മാറ്റി പറയില്ല. എന്റെ അഭിപ്രായത്തെ വിട്ട് ഞാൻ ഇനി ഒരു അഭിപ്രായത്തിന് നിൽക്കത്തുമില്ല. എപ്പോഴും വെളുത്ത ആളുകൾ തന്നെയാണ് കേമന്മാർ, എവിടെയും ഏത് മേഖലയിലും, പ്രത്യേകിച്ച് മോഹിനിയാട്ടം കലയിൽ. ഞാൻ ഈ അഭിപ്രായം ഒരിക്കലും മാറ്റത്തില്ല. ഇനി ആര് എന്ത് പറഞ്ഞാലും ഞാൻ മാറ്റത്തില്ല. ഈ സൗന്ദര്യം എന്നൊരു കോളം ഈ എല്ലാ കലകളിലും കൊടുത്തിട്ടുണ്ട്. സൗന്ദര്യത്തിന് പ്രാധാന്യമില്ലെങ്കിൽ എന്തിനാണ് ആ കോളം കൊടുത്തേക്കുന്നത്? ഗവൺമെന്റിന് അത് ഒഴിവാക്കി കൂടായിരുന്നു. ഈ മോഹിനിയാട്ടം കളിക്കുമ്പോൾ എപ്പോഴും കറുത്ത ആള് തന്നെ കളിക്കണമെന്ന് നിർബന്ധം വല്ലതും ഉണ്ടോ? കറുത്ത ആളുകളോ? കറുത്ത ആളുകൾക്ക് മോഹിനിയാട്ടം പറ്റിയ കലയല്ല. അതെന്തുകൊണ്ട് മേഡം അങ്ങനെ തീർത്ത് പറയാൻ കാരണം എന്താണ്? നല്ല സൗന്ദര്യവതികളായിട്ടുള്ള, നല്ല ബോഡി സ്ട്രക്ചർ ഉള്ള, നല്ല സ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ള കലയാണ് മോഹിനിയാട്ടം എന്ന് പറയുന്നത്. അല്ലാതെ പുരുഷന്മാർ, ചില പുരുഷന്മാർ ഒരു എത്താത്ത നിക്കറ് പോലത്തെ എന്തോ സാധനമൊക്കെ ഇട്ടുകൊണ്ട് വന്ന് കളിക്കുന്നത് കാണാം. അതൊക്കെ എന്തിനു കൊള്ളാം? അതിനേക്കാൾ നല്ല വെളുത്ത സുന്ദരികളായ പെൺകുട്ടികൾ വന്ന്, അതും വെളുത്തതായിരിക്കണം എന്ന് വന്ന് കളിച്ചാൽ അതിന് ആ കലയ്ക്ക് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. ഈ പുരുഷന്മാർ വന്ന് കളിച്ച എന്ത് സ്ട്രക്ചറാണ് ആ പുരുഷന്മാർക്കുള്ളത്? വെച്ച് കെട്ടി കൊണ്ടുവന്ന് കളിക്കാനല്ലേ പറ്റത്തുള്ളൂ. എപ്പോഴും മോഹിനിയാട്ടം സ്ത്രീകൾക്ക് മോഹിനിയാട്ടമാണ്, അല്ലാതെ അതൊരു മോഹനൻ ആട്ടമല്ല. മോഹിനികൾക്ക് വേണ്ടിയുള്ള ആട്ടമാണത്. അല്ല, നിങ്ങൾ മോഹിനിയാട്ടത്തിന്റെ മാത്രമല്ലല്ലോ മേഡം ഈ പറയുന്നത്. കറുത്ത വർഗ്ഗക്കാരെ മൊത്തം മേഡം അധിക്ഷേപിക്കുന്ന രീതിയിലാണല്ലോ സംസാരിക്കുന്നത്. കാരണം പറയാൻ കായിക രംഗത്ത് മികവ് കാണിക്കുന്ന ഒരു സ്ത്രീയാണ് PT ഉഷ. അവര് കറുത്തതല്ലേ? പിന്നെ നിങ്ങൾ വെളുപ്പുള്ള ഒരു കാര്യത്തിന് മാത്രം നിങ്ങൾ ഇത്ര ഹൈലൈറ്റ് ആയി ജനങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ? ഞാൻ സത്യം പറഞ്ഞ മോഹിനിയാട്ടം എന്ന ആ കലയെ കുറിച്ച് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. മറ്റു കല അത് കറുത്തവരോ വെളുത്ത വർഗ്ഗക്കാരോ ആരോ എന്തോ ചെയ്തു കൊള്ളട്ടെ, പക്ഷെ മോഹിനിയാട്ടത്തിൽ എപ്പോഴും വെളുത്ത ആളുകൾ തന്നെയാണ് കളിക്കേണ്ടത്. എന്തായാലും മനസ്സിൽ ഇത്രയും കാഠിന്യവും ഒരു ഇതുള്ളായിരുന്ന ഒരാളിനെ ഇത്രയും വർഷം ഗവൺമെന്റ് വെച്ചിരുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ ദുഃഖകരമാണ്. കാരണം ഇതേപോലെ തന്റേടവും അല്ലെങ്കിൽ താടക എന്ന് സോഷ്യൽ മീഡിയ വിളിച്ച ഒരു മേഡത്തിന് ഇതേപോലെ വെച്ചത് വളരെ ഇതാണ്. അത് അവർ സോഷ്യൽ മീഡിയ പറഞ്ഞത് കറക്റ്റ് അല്ലേ? എന്ത് പറഞ്ഞു? നിങ്ങൾ താടക എന്ന്, അതായത് മേഡത്തിനെ താടക എന്ന് സോഷ്യൽ മീഡിയ പൊതുവെ അധിക്ഷേപിച്ച് പറഞ്ഞു. അതിൽ ഞാൻ നോക്കിയിട്ട് നിങ്ങളെ ഇന്റർവ്യൂ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഈ ഇന്റർവ്യൂ തന്നെ മുമ്പോട്ട് കൊണ്ടുവന്നാൽ നമ്മൾ രണ്ടുപേരും നിങ്ങൾ ഇരുന്ന ഒരു ക്യാമറാമാൻ കൊണ്ട് രണ്ടുപേരും നിങ്ങൾ ഇരുന്ന ഒരു ഇന്റർവ്യൂ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ പറഞ്ഞ കാര്യം താടക എന്നുള്ളത് സത്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത്രയും കറുത്ത ഈ മനുഷ്യന്റെ കൂടെ ഇന്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അരോചകമായാണ് തോന്നിയത്. പിന്നെ ഞാൻ ഇത്രയും നേരം ഇവിടെ ഇരുന്നേ ഉള്ളൂ. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അത് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. നിങ്ങളല്ലേ മേഡം ആദ്യം പറഞ്ഞു ഈ ഇരിക്കുന്ന ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ആള് ഹർഷകുമാർ ഓൾറെഡി പൊട്ടിയിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കറുത്ത ആളിന് വെളുത്ത. അതേപോലെ നമുക്ക് ഈ മോഹിനിയാട്ട കലയിൽ ചെയ്താൽ പോരെ ഈ ഒരു അധിക്ഷേപത്തിനോ ഈ ഒരു സംസാരത്തിനോ ഇവിടെ പ്രസക്തി ഉണ്ടായിരുന്നില്ലല്ലോ. മോഹിനിയാട്ടം കലയിൽ എത്ര കറുത്ത ആളിനെ പുട്ടിയടിച്ചാൽ ഒരിക്കലും അയാൾ നല്ല രീതിക്ക് വെളുക്കത്തില്ല. വെളുത്ത ആളുകൾ ഒരുങ്ങി നിന്ന് നൃത്തം ചെയ്യുന്ന അത്രയും ഒരു കംപ്ലീറ്റ്നെസ് അതിനകത്ത് വരത്തില്ല.
പിന്നെ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? മോഹിനിയാട്ട കലയിൽ ഇപ്പൊ പ്രമുഖരായ അതായത് കലാഭവൻ അനുജൻ നല്ല രീതിയിൽ ഈ ഇടയ്ക്കും പുള്ളിക്ക് പ്രോഗ്രാം നമ്മൾ സോഷ്യൽ മീഡിയയിലും മറ്റ് ചാനലുകളിലും കണ്ടതാണ്. നല്ല രീതിയിൽ മോഹിനിയാട്ടം ആടുന്ന ഒരാളാണ്. അതെന്തുകൊണ്ട് നിങ്ങൾക്കൊരു അരോചകമായി തോന്നാൻ കാരണം? ഞാനും ഈ പറഞ്ഞ രാമകൃഷ്ണനും തമ്മിൽ ഒരു ബന്ധവുമില്ല. കണ്ട് പരിചയമുണ്ട് എന്നല്ലാതെ ഞാനും അയാളും തമ്മിൽ വ്യക്തിപരമായി ഒരു ബന്ധമോ അല്ലെങ്കിൽ ഒരു തർക്കമോ ഒന്നുമില്ല. പറഞ്ഞുണ്ടാക്കുന്നതാണ്. ഞാൻ അയാളെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു ആൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇത്രയും വർഷമായിട്ട് കലാഭവനിൽ വെച്ച് നിങ്ങൾ ഈ പറയുന്ന രാമകൃഷ്ണൻ എന്ന് പറയുന്ന കലാഭവൻ അങ്ങനെ കണ്ടിട്ടേ ഇല്ലേ? കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അയാളുമായിട്ട് വ്യക്തിപരമായിട്ട് എനിക്ക് ഒരു തർക്കങ്ങളോ ഒരു പരാതികളോ ഒന്നുമില്ല. ഇതൊക്കെ ആളുകൾ മെനഞ്ഞുണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങളെ പോലുള്ള മീഡിയക്കാർ എന്തെങ്കിലും ന്യൂസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഇത്. മീഡിയക്കാരെ അധിക്ഷേപിച്ച് പറയുന്നത് ശരിയല്ല. മീഡിയക്കാർ അങ്ങനെ അധിക്ഷേപിക്കേണ്ട കാര്യവുമില്ല മാഡത്തിനെ. അങ്ങനെ അത് അധിക്ഷേപിച്ച് പറയേണ്ട കാര്യവുമില്ല. മാഡത്തെ അങ്ങനെ പറഞ്ഞതേ തെറ്റാണ്. കാരണം മീഡിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തും പറയാനുള്ള ഒരു ആയുധമാണെന്ന് നിങ്ങൾ കരുതുന്നത് തെറ്റാണ്. അതുപോലെ തന്നെ എന്തും ഇല്ലാത്ത കാര്യം നിങ്ങൾക്ക് നനച്ചുണ്ടാക്കി പബ്ലിക്കിന് കൊടുക്കുക എന്നുള്ളതും അതും തെറ്റായ ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ ഇരുന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. അത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നാലും മേഡം പറഞ്ഞ കാര്യങ്ങളാണല്ലോ ഇവിടെ സോഷ്യൽ മീഡിയയും മറ്റും ജനങ്ങളിൽ എത്തിച്ചത്. ഞാൻ എന്ത് പറഞ്ഞെന്നാണ് താങ്കൾ പറയുന്നത്? അതായത് കൊച്ചു പൊതു സമൂഹത്തിന്റെ ഇടയിൽ മേഡം ഉണ്ടാക്കിയ ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. കാരണം എന്ന് പറയുമ്പം വർണ്ണ വിവേചനം ഒരിക്കലും ഇന്ത്യക്കകത്ത് പാടില്ലാത്ത ഒരു ഇതാണ്. ഇത്രയും 40 എത്ര വയസ്സായി? ഒരു 75 വയസ്സായോ? 66 വയസ്സായി എനിക്ക്. ഈ 66 വയസ്സായപ്പോ നിങ്ങൾ ഫേസ് ചെയ്യാൻ വന്നവരെല്ലാം വെളുത്തവരായിരുന്നോ? ഏകദേശം ഉള്ളവരും വെളുത്ത ആൾക്കാർ. വെളുത്തവരായിട്ട് മാത്രമേ നിങ്ങൾ ഇതിന് ഒരു സമ്പാദിക്കാൻ അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങൾക്ക് നിങ്ങൾ ഏർപ്പാട് ചെയ്യണോ? എന്താണ് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള? വെളുത്ത ആൾക്കാരും കറുത്ത ആൾക്കാരും ഇടപെടാറുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞത് വെച്ച് ഞാൻ കറുത്ത ആളുകളുടെ കൂടെ മിണ്ടത്തില്ല എന്നല്ല, ഞാൻ മോഹിനിയാട്ടവുമായി കണക്ട് ചെയ്താണ് കറുത്ത ആളുകളെ കുറിച്ച് പറഞ്ഞത്. ഇതൊക്കെ എന്തിനാണ് താങ്കൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്? ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് നേട്ടമുള്ളത്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ എന്താ എന്നെ കുറിച്ച് കരുതിയത്? പൊതു സമൂഹത്തിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ പ്രചരണം പുതു തലമുറയ്ക്ക് 100% ദോഷകരമാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഊളംപാറയിലേക്കുള്ള മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഹലോ അക്ഷകുമാർ, താങ്കൾ ഇത് എന്തായി പറഞ്ഞുകൊണ്ട് വരുന്നത്? എനിക്ക് വട്ടാണെന്നാണോ താങ്കൾ ഈ പറയുന്നത്? എനിക്കല്ല, സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നത് കേട്ടും ഞാനിപ്പോ നിങ്ങളെ ഇന്റർവ്യൂ നടത്തിയപ്പോൾ എനിക്ക് തോന്നിയ കാര്യം അതാണ്. നിങ്ങൾക്ക് ഇപ്പോഴും അഹങ്കാരത്തിന് കയ്യും കാലും വെക്കാത്ത ഒരു എനിക്കിനി പ്രോഗ്രാം ചെയ്യാൻ വയ്യ. ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. എന്നെ ഇവിടെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ് ഈ അക്ഷകുമാറും ഈ VMTV ന്യൂസും ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്തിട്ടില്ല. കാര്യമായ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പം സോഷ്യൽ മീഡിയയിലും മറ്റും മേഡം പറഞ്ഞ കാര്യങ്ങളെ പറ്റി നിങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. അത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. മാന്യപ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇതിന് കാണാനായിട്ട് പോകുന്നതാണ്. എന്തായാലും ഈ ഇന്റർവ്യൂ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇത്രയും നേരം നമ്മളുടെ സഹകരിച്ച മേഡത്തിന് VMTV ന്യൂസിന്റെ 1000 ആശംസകൾ നേരുന്നു. എനിക്ക് നിങ്ങളെ സഹകരണം നന്ദിയൊന്നും വേണ്ട, ഞാൻ പോണു.